നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ജില്ലാതല അവലോകന യോഗങ്ങൾ തുടരുന്നു. റവന്യൂ വകുപ്പിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഉടൻ തീർപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരുടെ യോഗം റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്തു. റവന്യൂ സേവനങ്ങൾ ഇനി ഒറ്റ ക്ലിക്കിൽ, സിംഗിൾ സൈൻ ഓൺ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എ.പി. അനിൽകുമാർ നിർവഹിച്ചു. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഐലിംസ് ജില്ലാതല ലൈസൺ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് വിദഗ്ധ സമിതി. സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ വില്ലേജ് ഓഫീസർമാർക്ക് ലോഗിൻ സൗകര്യം അനുവദിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വാർത്തകൾ വിശദമായി. ജൂലൈ 13 കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച ജില്ലാതല അവലോകന യോഗങ്ങൾ 10 ജില്ലകളിൽ പൂർത്തിയാക്കി. റവന്യൂ വകുപ്പിലെ വിവിധങ്ങളായ വിഷയങ്ങൾ യോഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ യോഗങ്ങൾ വിലയിരുത്തി. കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി എന്നീ ജില്ലകളിലെ അവലോകന യോഗങ്ങളാണ് ഇതിനോടകം പൂർത്തിയായത്. ജില്ലാ അവലോകന യോഗങ്ങളിൽ ജില്ലകളിലെ റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്നും നിർദ്ദേശങ്ങളും ആവലാതികളും മന്ത്രി നേരിട്ട് കേൾക്കുകയും നിരവധി വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശം നൽകുകയുമുണ്ടായി. പട്ടയ വിതരണം, ഡിജിറ്റൽ സേവനങ്ങൾ, അദാലത്തുകൾ തുടങ്ങി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന മലപ്പുറം ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തുടനീളം റവന്യൂ വകുപ്പ് നടത്തിവരുന്ന അദാലത്തിന്റെ ഭാഗമായാണ് ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഗോത്രവർഗ ഉന്നതികൾ, തീരപ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി പട്ടയ വിതരണവും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ കൂടുതൽ പട്ടയ വിതരണം പൂർത്തിയാക്കാനുള്ളതിനാൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ വഴി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ജനങ്ങൾ ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ മോശം സമീപനം ഉണ്ടാവരുതെന്നും കഴിയുന്നത്ര സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഉടൻ നിയമനം നടത്തും. ഭരണാനുമതി ലഭിച്ച സ്മാർട്ട് വില്ലേജുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും വില്ലേജ് ഓഫീസുകളിൽ കമ്പ്യൂട്ടറും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനമില്ലാത്ത താലൂക്ക് ഓഫീസുകളിൽ വാഹനം ലഭ്യമാക്കും. ജില്ലാതല യോഗങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലകളിലെയും അവലോകന യോഗത്തിന് ശേഷം മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 541 ഇന പദ്ധതികളിൽ റവന്യൂ വകുപ്പ് നേതൃത്വം നൽകുന്ന 14 പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് സർക്കാരിലേക്ക് നൽകിയ 52 കോടി ജില്ലയ്ക്ക് തിരികെ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വർഷങ്ങളായി തീർപ്പാക്കാതെ കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ പരിഹാരം കാണുന്നതിനും ജനങ്ങൾക്ക് സമയബന്ധിത സേവനം ഉറപ്പാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. പട്ടയ വിതരണം, ഭൂമി തരമാറ്റം, ഡിജിറ്റൽ റീസർവേ, LRM കേസുകൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങി റവന്യൂ വകുപ്പിന്റെ പ്രധാന മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രേഖകളിലെ അപാകതകൾ പരിഹരിക്കൽ, ഹിയറിംഗ് വേഗത്തിലാക്കൽ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ സമയബന്ധിതമായി ലഭ്യമാക്കൽ, അപേക്ഷകൾ ഓൺലൈനായി നിരീക്ഷിക്കൽ എന്നിവയിലൂടെ സേവന വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ഭൂമി തരമാറ്റം, പട്ടയം, ഡിജിറ്റൽ സർവേ തുടങ്ങിയ സേവനങ്ങൾ ഒരുമിച്ച് പുരോഗമിക്കുന്നതിലൂടെ ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമപരമായ അനിശ്ചിതത്വം കുറയുകയും ബാങ്ക് വായ്പ, ഭവന നിർമ്മാണം, കൃഷി, വ്യവസായം എന്നിവയ്ക്ക് ആവശ്യമായ രേഖകൾ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും. നിലവിൽ 17,608 പട്ടയങ്ങൾ വിതരണം ചെയ്യാനുണ്ട്.
ഇവയിൽ 2057 പട്ടയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ NOC ലഭിക്കാത്തത്, അപേക്ഷകർ ആവശ്യമായ രേഖകൾ ഹാജരാക്കാത്തത്, ഹിയറിംഗിൽ പങ്കെടുക്കാത്തത് തുടങ്ങിയ കാരണങ്ങളാലാണ് ഭൂരിഭാഗം അപേക്ഷകളും തീർപ്പാക്കാതെ തുടരുന്നത്. പ്രത്യേകിച്ച് LA പട്ടയങ്ങൾ ഫിഷറീസ് NOC ലഭിക്കാത്തതിനാലും LT പട്ടയങ്ങളിലും ദേവസ്വം പട്ടയങ്ങളിലും അപേക്ഷകരുടെ രേഖകളിലെ അപാകതകളാലുമാണ് കാലതാമസം നേരിടുന്നത്. ജില്ലയിലെ തിരൂർ, തിരുരങ്ങാടി, പൊന്നാനി താലൂക്കുകളിലായി ലക്ഷം വീട് പദ്ധതിയിൽ ഉൾപ്പെട്ട 24 പട്ടയങ്ങൾ വിതരണം ചെയ്യാനുണ്ട്. പതിവ് കമ്മിറ്റി ചേരൽ, സർവേ പൂർത്തീകരിക്കൽ, NOC ലഭ്യമാക്കൽ തുടങ്ങിയ നടപടികൾ പൂർത്തിയാകുന്നതോടെ ഇവയും വിതരണം ചെയ്യും. മിച്ചഭൂമി പതിച്ചു നൽകൽ നടപടികളിലും ജില്ല ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. പൊന്നാനി, നിലമ്പൂർ, പെരിന്തൽമണ്ണ താലൂക്കുകളിലായി 104 കൈവശക്കാർക്ക് മിച്ചഭൂമിയിൽ പട്ടയം അനുവദിച്ചു. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ ഭൂമി വെസ്റ്റ് ചെയ്ത് തിരൂർ താലൂക്കിലെ ചെറിയമുണ്ടം വില്ലേജിൽ 45 പേർക്ക് പട്ടയ വിതരണം ചെയ്തു. തീരദേശ മേഖലയിലെ പട്ടയ അപേക്ഷകൾക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. തിരൂർ, പൊന്നാനി, തിരുരങ്ങാടി താലൂക്കുകളിലായി ആകെ 966 അപേക്ഷകൾ നിലവിലുണ്ട്. പട്ടയം ലഭിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിൽ നിന്ന് ആവശ്യമായ NOC ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലയിൽ ആകെ 72,381 ഭൂമി തരമാറ്റ അപേക്ഷകൾ ലഭിച്ചതിൽ 42,419 അപേക്ഷകൾ ഇതിനകം തീർപ്പാക്കിയിട്ടുണ്ട്. നിലവിൽ 29,962 അപേക്ഷകൾ ബാക്കിയുണ്ട്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രത്യേക തരമാറ്റ അദാലത്തുകൾ സംഘടിപ്പിച്ച് 4,600 അപേക്ഷകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ പദ്ധതിയും വേഗത്തിൽ മുന്നേറുകയാണ്. 21 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി. 14 വില്ലേജുകളിൽ സർവേയുടെ തുടർഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ 15 വില്ലേജുകളിൽ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 4,200 LRM കേസുകൾ തീർപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുണ്ട്. പേരുതിരുത്തൽ, വിസ്തീർണ വ്യത്യാസം, അതിർത്തി നിർണയം, ഭൂമിയുടെ തരംമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ മുൻഗണന നൽകി പരിഗണിക്കും. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചും തുടർ നടപടികൾ സ്വീകരിക്കും. ലാൻഡ് ട്രിബ്യൂണൽ, സോണൽ ലാൻഡ് ബോർഡ് എന്നിവിടങ്ങളിലെ ഫയൽ കുടിശ്ശിക കുറയ്ക്കുന്നതിനും ജീവനക്കാരുടെ വിന്യാസം കാര്യക്ഷമമാക്കുന്നതിനുമുള്ള നടപടികൾക്കും അവലോകന യോഗത്തിൽ മുൻഗണന നൽകി. പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക, ദീർഘകാലമായി നിലനിൽക്കുന്ന അപേക്ഷകളുടെ തീർപ്പാക്കൽ വേഗത്തിലാക്കുക, ഭൂമി സംബന്ധമായ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലായി കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. യോഗത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ H. ദിനേശൻ, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബിൻ സമീദ്, സർവേ ഡയറക്ടർ JO. അരുൺ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, ADM PO സാദിഖ്, റവന്യൂ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ വിളിച്ചു ചേർത്ത മലപ്പുറം ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. ജില്ലയിലെ റവന്യൂ പ്രവർത്തനങ്ങളുടെ പുരോഗതി, പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ കാര്യക്ഷമത, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, വിവിധ റവന്യൂ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവ യോഗം വിലയിരുത്തി. ലാൻഡ് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങളുടെ പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു. റവന്യൂ സംവിധാനത്തെ അഴിമതിരഹിതവും വേഗതയേറിയതുമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ജൻ പരിചയ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പോർട്ടൽ റവന്യൂ ജീവനക്കാരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വെവ്വേറെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിക്കാതെ തങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ ID വഴി ഒറ്റത്തവണ ലോഗിൻ ചെയ്ത് വിവിധ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പാസ്വേഡുകൾ മറന്നുപോകുന്നതും ഓരോ സേവനത്തിനും പ്രത്യേക ലോഗിൻ ചെയ്യേണ്ടി വരുന്നതും വഴിയുള്ള സമയനഷ്ടവും ഫയൽ നീക്കങ്ങളിലെ കാലതാമസവും ഇല്ലാതാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും.
ഭൂമി സംബന്ധമായ സേവനങ്ങൾ, ഡിജിറ്റൽ റവന്യൂ കാർഡ്, HRMS, KBT, SSP, പ്രവാസി മിത്രം, അലർട്ട്, കോവിഡ് എക്സ്ഗ്രേഷ്യ, എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള നഷ്ടപരിഹാര പോർട്ടൽ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന സേവനങ്ങൾ. ബാക്കിയുള്ള എല്ലാ റവന്യൂ ആപ്ലിക്കേഷനുകളും ഈ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും വേഗത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമപ്രകാരം സെക്ഷൻ 13 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച വില്ലേജുകളിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ സർവേ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ഡിജിറ്റൽ സർവേ, ഐലിംസ്, എന്റെ ഭൂമി പോർട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന സംശയങ്ങൾ ദൂരീകരിക്കുക, ജില്ലാതലത്തിൽ ഏകോപനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ജില്ലയിലും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ലെയ്സൺ ഓഫീസറായി നിയമിച്ച് ഉത്തരവായി. സർവേ വകുപ്പിലെ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്നിവർ നിർദ്ദേശിച്ച പട്ടിക പ്രകാരമാണ് ഉദ്യോഗസ്ഥരെ ഉടൻ പ്രാബല്യത്തിൽ ചുമതലകൾ നൽകി നിയമിച്ചത്. 6 വിധത്തിലുള്ള ചുമതലകൾ നിശ്ചയിച്ച് നൽകിക്കൊണ്ടാണ് ലെയ്സൺ ഓഫീസർമാരെ നിയമിച്ചിട്ടുള്ളത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്നും വേഗത്തിൽ നിഗമനത്തിലെത്താനാകില്ലെന്നും വിദഗ്ധ സമിതി അംഗമായ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രൻ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിനെത്തിയ വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു. മേഖലയിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ പരിശോധിക്കൽ, കരാറുകാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ, നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവ സമിതി പരിശോധിക്കും. പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെയുള്ള സാങ്കേതിക വശങ്ങളും സമിതി വിലയിരുത്തുമെന്നും സമഗ്ര പഠനത്തിന് ശേഷം അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും സമിതി അറിയിച്ചു. വിദഗ്ധ സമിതി അംഗങ്ങൾ ജില്ലാ കളക്ടർ DR മേഘശ്രീയുമായി ചർച്ച നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണുദാസ്, ഹൈഡ്രോളജിസ്റ്റ് ഡോക്ടർ ശർമിഷ്ഠ സിംഗ് തുടങ്ങി മേഖലയിലെ വിദഗ്ധർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ അധ്യക്ഷനും KM ചന്ദ്രശേഖർ ഉപാധ്യക്ഷനുമായി 7 അംഗ ആസൂത്രണ ബോർഡിനെയാണ് പുനഃസംഘടിപ്പിച്ചത്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് ആസൂത്രണ ബോർഡിലെ മറ്റ് അംഗങ്ങൾ. കെട്ടിടങ്ങളുടെ ഒറ്റത്തവണ നികുതി സംബന്ധിച്ച വിവരങ്ങൾ വില്ലേജ് ഓഫീസർമാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓൺലൈൻ സേവന സോഫ്റ്റ്വെയറായ K-സ്മാർട്ടിൽ വില്ലേജ് ഓഫീസർമാർക്ക് കൂടി ലോഗിൻ അനുവദിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. ഇൻഫർമേഷൻ കേരള മിഷൻ വില്ലേജ് ഓഫീസർമാർക്ക് ലോഗിൻ സൗകര്യം സജ്ജമാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളെയും നഗരസഭകളെയും ഈ വിവരം അടിയന്തരമായി അറിയിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാർക്ക് തടസ്സമില്ലാതെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.